Watch India's largest kids library only on Jio Hotstar. Download the app now. ചിങ്കം സാറേ എന്താ പറ്റിയത്? അതായത് ബൗ ബൗ ചൗ ചൗ കൗ കൗ ബൗ ബൗ കൗ കൗ ചൗ ചൗ കൗ കൗ ബൗ ബൗ ചൗ ചൗ. എന്റെ അമ്മോ, ഇത് എന്ത് പണി കാണിച്ച പത്ലോ? നിങ്ങൾക്ക് ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തതാ ചിങ്കം സാറേ. എന്റെ അമ്മോ, ബോധം കിട്ടാൻ ആരെങ്കിലും ബോധയ്ക്ക് ഐസ് വാട്ടർ ഒഴിക്കോ? സോറി ചിങ്കം സാറേ. പക്ഷേ ചിങ്കം സാറേ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ അമ്മോ മോട്ടു, കാട്ടിനകത്ത് മരങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു എന്ന് എനിക്കൊരു വാർത്ത കിട്ടി. ഞാനത് അന്വേഷിക്കാൻ അങ്ങോട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോ വലിയ വലിയ മരങ്ങളെ വെട്ടിത്തിന്നുന്ന ഭൂതങ്ങളെ ഞാൻ കണ്ടത്. ഇത്രയും വലിയ ഭൂതങ്ങൾ മുകളിൽ നിന്ന് ബൗ ബൗ ചൗ ചൗ എന്ന ശബ്ദമുണ്ടാക്കി വലിയ വലിയ മരങ്ങളെ വെട്ടിത്തിന്നുന്ന ഭൂതം. ഞാൻ അവന്കളെ കണ്ടു. സാറേ നിങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കൂ. ഞാൻ കാട്ടിൽ ചെന്നിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. ആരോ നിങ്ങൾ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ 1 നമ്പർ 2 മോട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കൂ. അച്ഛൻ, അമ്മാവൻ. ഞാനൊരിക്കലും പേടിക്കില്ല. ഞാനൊരിക്കലും പേടിക്കില്ല. ഇത് ഭൂതമല്ല. ഇതൊരിക്കലും ഭൂതമാവാൻ സാധ്യതയില്ല. ഭൂതം തന്നെയാണ്. ഇത് ഭൂതം തന്നെയാണ്. കണ്ടോ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഞാൻ അപ്പളേ പറഞ്ഞല്ലോ ആരെയും വരാൻ വിടില്ലെന്ന്. നമ്മളിനി സ്വസ്ഥമായിട്ട് മരം വെട്ടുന്ന പണി നോക്കാം. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ എന്താ സംഭവിച്ചത് പറ. എന്റെ അമ്മോ, ഞാൻ നിങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേ, വലിയ വലിയ ഭൂതങ്ങൾ മൗ 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 ചൗ 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 കൗ കൗ കൗ. ഓടിക്കട്ടല്ലോ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ഇവരൊക്കെ എന്തിനാ ബോധം കെട്ട് വീഴുന്നത്? ചിങ്കം സാറേ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് മോട്ടു. വീണ്ടും തണുത്ത വെള്ളം ഒഴിക്കണോ? എന്റെ അമ്മോ, ഭൂതം തന്നെയാണത്. ചേട്ടാ എന്റെ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ ഭൂതം എന്ന് പറയുന്നതൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഇത് ആരോ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, ഉറപ്പാണ്. എന്നാ വരൂ, നമുക്ക് പോയി നോക്കിട്ട് വരാന്നേ. അവിടെ വലിയേട്ട കൃത്യം അവിടെ തന്നെയായിരുന്നു, ആ മരത്തിനടുത്ത്. ഞാൻ ആ ഭൂതത്തിനെ കണ്ടതാണ്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഒരു മരം എടുത്ത് അങ്ങനെ വിഴുങ്ങി, അറിയോ? പക്ഷേ ഭൂതത്തിനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എന്റെ അമ്മോ, എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ശബ്ദം പുറകിന്നാണ് കേൾക്കുന്നത്. എന്റെ 20 അനുഭവത്തിൽ ഇത്രയും വലിയ ഭൂതത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, ഞാൻ അപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. വലിയേട്ടാ, ഞാനും കൂടെ. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ. എല്ലാവരും ബോധം കേട്ടു, എല്ലാവരും ബോധം കേട്ടു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഓ
എഴുന്നേൽക്ക് 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 എഴുന്നേൽക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ദേ ഇതുപോലെ വെള്ളം അടിക്കും ഞാൻ മുഖത്ത്. എഴുന്നേൽക്ക് എഴുന്നേൽക്കാൻ. വെറുതെ ഇങ്ങനെ ബോധം കെടാൻ പാടില്ല. നല്ലോണം ആലോചിച്ചോ. ഇവിടെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. മനസ്സിലായോ? പക്ഷേ പത്തലു, ശരിക്കും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അതെ ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ പോലും ഇതിനു മുന്നേ വിശ്വസിച്ചില്ലല്ലോ. പക്ഷേ നമ്മളെല്ലാവരും അവിടെ പോയപ്പോൾ നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ചില സമയങ്ങളിൽ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ നുണയാവാനും സാധ്യതയുണ്ട്. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്താ പറയുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ കളിപ്പിക്കാൻ ആരോ ചെയ്യുന്ന പരിപാടിയാണെന്നാ. നമ്മൾ അങ്ങോട്ട് പോയി വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്യണം. ശരി പത്തലു, നീ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചെല്ലേ. എന്റെ മോട്ടു ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും ചേർന്ന് വേണം പോവാൻ. ശരി. അതെ, എല്ലാവരും വരുവിൻ. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് ഡോക്ടർ ജഡ്കിയുടെ ഫ്ലൈയിങ് കാറിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ മുകളിലൂടെ പറന്നായിരിക്കും പോവുക. അപ്പൊ നമുക്കെല്ലാം കാണാൻ കഴിയും. നിങ്ങൾക്ക് ബുദ്ധിയില്ലടാ. ഒരേ ഇമേജ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോയി വേറെ ഇമേജ് കൊണ്ടുവരൂ. ഒരേ ഇമേജ് വെച്ചോണ്ടിരുന്നാൽ നമ്മൾ കുടുങ്ങില്ലേ? നമ്മൾ എപ്പോഴും വേറെ വേറെ മാറ്റിക്കൊണ്ടേ ഇരിക്കണ്ടേ? ഓക്കെ ബോസ്, അങ്ങനെ ആവട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു പറ. എന്റെ അമ്മോ, അപ്പൊ ഇതൊക്കെ ജോണിന്റെ നാടകമായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടി വിടില്ല ഞാൻ അവനെ. സിംഗം, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിൾ. ഇനി എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ പേടിക്കല്ല, ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജോണെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ജോണേ, എന്റെ മോട്ടോ ഒന്ന് നിൽക്കുന്നീ. ഇപ്പോഴല്ല, നമ്മൾ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. അതും ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ നന്നായി ആലോചിക്കണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു. അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ഇന്നാ പിടിക്കും മോട്ടു. സമൂസ കഴിക്കേ, എന്നിട്ട് പണി തുടങ്ങ്. എവിടെയാണ് ഭൂതമുള്ളത്? എന്റെ മുൻപിൽ വന്ന് നിൽക്കൂ. ഇന്ന് ഞാൻ ഭൂതങ്ങളുടെ കൂടെ മത്സരിക്കാൻ തയ്യാറാണ്. ഇറങ്ങി വാ. എവിടെയാണുള്ളത് ഭൂതം? ഇറങ്ങി വരൂ. എന്റെ മുൻപിലേക്ക് ഇറങ്ങി വരൂ. ഇറങ്ങി വരാൻ. ഇവന്മാരൊക്കെ വീണ്ടും വീണ്ടും എന്നെ പ്രശ്നത്തിലാക്കുകയാണല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അവരോട് അവിടെ ഭൂതമുണ്ടെന്ന്. പക്ഷെ ഒരാൾ പോലും ഞാൻ പറഞ്ഞത് കേട്ടില്ല. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക. ഒന്നുകൂടെ തന്നെ നോക്കിയിട്ട് വന്ന് പറഞ്ഞ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ മരത്തിനടുത്തുള്ള ഈ ഭൂതം എന്നെ ഇപ്പൊ പിടിച്ച് തിന്നുമല്ലോ. ഒയ്ക്കോ ഒയ്ക്കോ ഇവിടുത്തെ ഒയ്ക്കോളനെ പറഞ്ഞു ഇവിടുത്തെ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയാവുന്നു. ഒയ്ക്കോ എന്റെ മുമ്പിൽ പോവാനാ പറഞ്ഞത്. ഒയ്ക്കോ മുതിച്ചേട്ടാ ഇവിടുന്ന് പോയിക്കോ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. മതി, നിർത്തേ നിർത്തേ നിർത്തേ. നിനക്ക് എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഭൂതം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പിന്നെ നീ ഭൂതത്തിനെ തല്ലുന്നത് പോലെ എന്നെയാണ് തല്ലുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
എന്റെ വക ഇതാ സ്പെഷ്യൽ പഞ്ച്. സ്പെഷ്യൽ കുറച്ച് കുറയ്ക്കാമായിരുന്നു. എന്റെ അമ്മ മോട്ടു, എന്തുകൊണ്ട് ജോൺ ഇതുവരെ വന്നിട്ടില്ല? എങ്ങനെയുണ്ട് ജോണേ? ഇല്ല, ഞാൻ നന്നായിട്ടേ ഇല്ല ചെയ്യാം സാർ. എന്നെ ഭൂതത്തിന്റെ അടുത്ത് നിന്ന് രക്ഷിക്കൂ, ജയിലിലെടുത്ത് ഇടൂ പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.